ഇത് ജാർഖണ്ഡിലെ കച്ചാച്ചോ ഗ്രാമത്തിലെ ആളുകളാണ്. കച്ചാച്ചോ ഗ്രാമത്തിൽ ഞാൻ എത്തിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഗ്രാമീണർ എന്റെ വലിയ സുഹൃത്തുക്കളായി കഴിഞ്ഞു. ആണും പെണ്ണും വാദ്യക്കാരും എല്ലാമുണ്ട്. ട്രൈബൽ വില്ലേജ് ആണിത്. ഉറാവോ ഗോത്രക്കാരുടെ ഒരു ഗ്രാമം. അവിടെ എന്നെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. ഒരു ഇലത്തലപ്പാവും പൂമാലയുമൊക്കെ അണിയിച്ചാണ് സ്വീകരണം. എന്നെ മാത്രമല്ല, ഇവിടുത്തെ കോൺസ്റ്റന്റ് ലിവൻസ് ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സിജോയുമുണ്ട്. കണ്ണൂർകാരനാണ് ഫാദർ സിജോ. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഈ ഗ്രാമത്തിലുള്ള പരിചയത്തിലാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കേരളത്തിൽ നിന്ന് ഒരു ടെലിവിഷൻ ചാനലിന്റെ ആൾ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും ഉഷാറായി. അവർ ഉത്സാഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. സ്ത്രീകളുടെ ഒരു സംഘം ഒരിടത്തിരുന്ന് ഒരു കലത്തിൽ നിന്ന് എന്തോ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു. ഇതിവിടുത്തെ ഒരു തരം റൈസ് ബിയറാണ്. ചാവൽ ഹഡിയ എന്ന് പറയും. ചാവൽ എന്ന് പറഞ്ഞാൽ അരി. അരി കൊണ്ടുണ്ടാക്കുന്ന ബിയർ. ഇത് ചട്ന എന്ന് പറയുന്ന സ്നാക്കാണ്. അരിയും എന്തോ ധാന്യങ്ങളും കൂട്ടി വറുത്തത്. അതാണ് റൈസ് ബിയറിന്റെ അനുസാരി. റൈസ് ബിയറും ഈ ചട്നയും കൂടി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇവർ. അരിയിൽ നിന്ന് വെള്ളം ഊറ്റി ഊറ്റി എടുക്കുകയാണ്. എന്താണ് അതിന്റെ പേര് എന്ന് ഇവർ തന്നെ പറഞ്ഞു തന്നു. ചാവൽ ഹഡിയ അഥവാ റൈസ് ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ സ്ത്രീ പറഞ്ഞു തരുന്നത്. ആദ്യം അരി പകുതി വേവാകുന്നതുവരെ തിളപ്പിക്കുന്നു. അതിലെ വെള്ളം വാർത്തുകളഞ്ഞ ശേഷം പായിലോ ഇലകളിലോ നിരത്തിവെച്ച് തണുപ്പിക്കും. പിന്നീട് കാട്ടുചെടികളുടെ വേരും ഇലകളും ചേർത്തിടിച്ചുണ്ടാക്കിയ റാനു എന്ന ചേരുവ ചേർത്ത് മൺകലത്തിലിട്ട് വക്ക് കെട്ടിയടച്ച് ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കും. ആ സ്ത്രീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് കരുതി അടുത്തയാൾ അത് കൂടുതൽ വിശദമാക്കി തന്നു. ഈ കച്ചാച്ചോ ഗ്രാമത്തിലെ മാത്രമല്ല, ജാർഖണ്ഡിലെ എല്ലാ ഗോത്രക്കാരും ചുവപ്പും വെള്ളയും ചേർന്ന വസ്ത്രമാണ് ധരിക്കുക. ആദിവാസികളുടെ ഐഡന്റിറ്റിയുടെ നിറങ്ങളാണത്. ആചാരപരമായ ചടങ്ങുകളിൽ എല്ലാം അവർ അതാണ് ഉപയോഗിക്കുന്നത്. 5-7 ദിവസം മൂടിക്കെട്ടിവെച്ച അരിയിൽ പുളിപ്പുള്ള ലഹരിയുള്ള ഒരു ദ്രാവകം ഊറിവരും. അങ്ങനെ ഊറ്റിയെടുത്ത റൈസ് ബിയർ ആണിത്. കണ്ടാൽ കഞ്ഞിവെള്ളം പോലെ തോന്നും. നല്ല ലഹരിയുള്ള കള്ളിന്റെ രുചിയുള്ള ഒരു പാനീയമാണ്. അത് കുടിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മുടെ നാട്ടിലെ മൊന്ത പോലെ ഒരു പാത്രം. അതിലാണ് റൈസ് ബിയർ കുടിക്കാനെടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ചട്ന, അരിയും മറ്റു ധാന്യങ്ങളും വറുത്തത് ഒരു മുറത്തിലുണ്ട്. അതിൽ നിന്നും ഇലക്കുമ്പിളിൽ വാരിയെടുത്തു തരും. സാൽമരത്തിന്റെ ഇല കോട്ടിയെടുത്ത കുമ്പിളാണ്. എന്റെ കൂടെയുള്ള സിജോ അച്ഛൻ ആചാരവേഷമൊന്നും മാറിയിട്ടില്ല. ഇവർ സ്വീകരിച്ച സമയത്ത് അണിയിച്ച വേഷത്തിൽ തന്നെ നിൽക്കുകയാണ്. റൈസ് ബിയർ വിളമ്പാൻ പോവുകയാണ് ഇനി. അത് വിളമ്പുന്ന രീതി ഇങ്ങനെയാണ്. ജിൻഡോയ്ക്കാണ് ആദ്യം കൊടുത്തത്. ജിൻഡോ എനിക്ക് വേണ്ടി ഡെമോ ചെയ്തു. ഇദ്ദേഹം വയനാട്ടുകാരനാണ്. കോൺസ്റ്റന്റ് ലിവൻസ് ഹോസ്പിറ്റലിലെ മാനേജർ. അഡ്മിനിസ്ട്രേഷന്റെ ചുമതല ജിൻഡോയ്ക്കാണ്. സാൽമരത്തിന്റെ ഇലക്കുമ്പിളിനകത്തൊഴിച്ചാണ് റൈസ് ബിയർ കൊടുക്കുക. ഇങ്ങനെയാണ് ഇവർ കുടിക്കുന്ന രീതി. ഇപ്പോൾ കുപ്പിയോടെയും ഗ്ലാസ്സിലൊഴിച്ചുമൊക്കെ കുടിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പണ്ട് മുതൽ ആചാരപരമായുള്ള രീതി ഇങ്ങനെയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ചട്ന കുറച്ചു കിട്ടും. പിറകെ അതും കുറിച്ചുകൊള്ളണം. അങ്ങനെയാണ് നാട്ടുനടപ്പ്. ഇദ്ദേഹം ഗ്രാമത്തിലെ ചെണ്ടക്കാരനാണ്. ഹഡിയ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. കുമ്പിളിന്റെ 2 വക്കിലും പിടിച്ച് മോന്തിക്കൊണ്ടിരിക്കണം. ഓരോ കുമ്പിളായി കുടിക്കുകയല്ല ചെയ്യുന്നത്. ഒരു അതിഥി ഹഡിയ കുടിക്കുമ്പോൾ കുമ്പിളിലേക്ക് ഇങ്ങനെ സ്ഥിരമായി ഒഴിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ തീർന്നിട്ട് വീണ്ടും പാത്രം നീട്ടുന്ന പരിപാടിയില്ല. അത് കഴിഞ്ഞ് ഹഡ്ന പിറകെ നൽകുന്നു. ഇങ്ങനെയാണ് ഗ്രാമീണർ ഈ റൈസ് ബിയർ അഥവാ ചാവൽ ഹഡിയ വിളമ്പിക്കഴിക്കുന്ന രീതി. പായിലിരുന്ന്. ഇദ്ദേഹവും ഒരു ചെണ്ടക്കാരനാണ്.
സ്വീകരിക്കുന്നതിന് കൂടെ വന്ന ചെണ്ടക്കാരനാണ്. ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരുന്ന മുറയ്ക്ക് മൊന്തയിൽ നിന്ന് ഹഡിയ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് രീതി. കുടിക്കുന്നയാൾ ഇടയ്ക്ക് നിർത്തി നിവരാൻ പാടില്ല. ഞാനും അല്പം കുടിച്ചു നോക്കി. നമ്മുടെ നാടൻ കള്ളിന്റെ രുചിയാണിതിന്. രണ്ടാം ചെണ്ടക്കാരൻ നല്ലവണ്ണം അകത്താക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഒന്നാം ചെണ്ടക്കാരൻ എന്റെ അടുത്തേക്ക് വന്നത്. ഇദ്ദേഹം തന്നെക്കുറിച്ച് പറഞ്ഞു. ആഞ്ചലൂസ് എന്നാണ് പേര്. ഇവിടെ പ്രശസ്തനായ ഒരു ഗായകനുണ്ടെന്ന് പറഞ്ഞു. പവൻ റോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗോത്രഗാനമുണ്ട്. അതൊന്ന് പാടട്ടെ എന്ന് ചോദിച്ചു. പാടിക്കൊള്ളാൻ ഞാനും പറഞ്ഞു. ജാർഖണ്ഡിലെ പ്രാദേശിക സംഗീതത്തെ പോപ്പുലറാക്കിയ യുവ സംഗീതജ്ഞനാണ് പവൻ റോയ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ജാർഖണ്ഡിലും അയൽ സംസ്ഥാനങ്ങളിലുമെല്ലാം പോപ്പുലറാണ്. ജാർഖണ്ഡിന്റെ സംസ്കാരത്തെയും പ്രകൃതി ഭംഗിയെയും വർണ്ണിക്കുന്ന ഗാനങ്ങളിലൂടെയാണ് പവൻ റോയ് പ്രസിദ്ധനായത്. യഥാർത്ഥ നാഗ്പൂരി ശൈലിയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ സംഗീതം. ഛോട്ടാ നാഗ്പൂർ പ്രദേശത്തെ നാടോടി സംഗീതമാണ് നാഗ്പൂരി മ്യൂസിക് എന്നറിയപ്പെടുന്നത്. ഈ പാട്ടൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വയലാറിന്റെ ഗാനങ്ങൾ എന്ന പോലെ ഇവരെല്ലാം മൂളി നടക്കുന്ന പാട്ടുകളാണ്. ഇവരുടെ ഗോത്ര സംസ്കൃതിയുടെ അഭിമാനമായി കരുതുന്ന പാട്ടുകളും പാരമ്പര്യ ഗാനങ്ങളും ഒക്കെ ആയിരിക്കണം. അതിന്റെ എല്ലാം സത്ത ചോർന്നു പോകാതെയാണ് പവൻ റോയിയും പാട്ടുകൾ ഒരുക്കുന്നത്. ഇവിടെ ഒരു വീടിന്റെ മുറ്റത്ത് പാചകം നടക്കുകയാണ്. ഇവർ ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട്. പ്രധാനമായും ഞങ്ങൾക്ക് വേണ്ടിയാണത്. ഒരു പ്രത്യേകതരം റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. മടുവ റൊട്ടി. മടുവ എന്നാൽ റാഗിയാണ്. റാഗിപ്പൊടി കുഴച്ച് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. മടുവയാണ് ഇതെന്ന് ഇവരും പറഞ്ഞു തന്നു. ജാർഖണ്ഡിൽ ആദിവാസി ഗ്രാമങ്ങളിൽ റാഗി വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. കാൽസ്യം, അയൺ, ഫൈബർ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ധാന്യമാണത്. പ്രമേഹമുള്ളവർക്കെല്ലാം കഴിക്കാവുന്നതാണ് റാഗി റൊട്ടി എന്നാണ് ഇവർ പറയുന്നത്. നല്ല കനത്തിലാണ് മടുവ റൊട്ടി ഉണ്ടാക്കുന്നത്. കയ്യിലിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. വിറകടുപ്പാണ്. ഇപ്പോഴും ഈ ഗ്രാമത്തിലൊക്കെ വിറകടുപ്പുകൾ തന്നെയാണുള്ളത്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇവർ ഉണ്ടാക്കുന്നത്. ആലു ചോക്ക ഉണ്ടാക്കാനുള്ള ഒരുക്കമാണ്. ഇതൊരു തരം സൂപ്പാണ്. ഇത് മഡ്ജോർ സൂപ്പ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമെല്ലാം ഉണ്ടതിൽ. ചില പലഹാരങ്ങൾ ഒരു ഇലപാത്രത്തിൽ കൊണ്ടുവന്നു. സാൽ മരത്തിന്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളാണെല്ലാം. അപ്പോഴേക്കും മടുവ റൊട്ടി മറിച്ചിടേണ്ട സമയമായി. കുറെ നേരമെടുക്കും അത് വേകാൻ. മടുവ ലഡു ആണിത്. റാഗി കൊണ്ടുണ്ടാക്കുന്ന ലഡു. അതിന് ഉരുണ്ട രൂപമൊന്നുമില്ല. അടുത്തത് ഖാജൂർ എന്ന് പറയുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ കുഴലപ്പം പോലെയുണ്ട്. വിശേഷ അവസരങ്ങളിൽ ഇവിടുത്തെ വീടുകളിൽ ഉണ്ടാക്കുന്ന മധുര പലഹാരമാണ് ഖാജൂർ. പിന്നെ കുറച്ച് ചട്നിയുണ്ട്. പുതിന ചട്നിയാണ്. കോഴി ഇറച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ തന്ന് ഞങ്ങളെ സൽക്കരിക്കാൻ തയ്യാറെടുക്കുകയാണിവർ. ഇത് തക്കാളിയും ഗ്രീൻ പീസും കൂടി ചേർന്ന ഒരു കറിയാണ്. പുഴുങ്ങിയ തൊലികളഞ്ഞ ഉരുളക്കിഴങ്ങ് ഉടച്ച് കുഴയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഉരുട്ടിയെടുത്ത് മാവിൽ മുക്കി വറുത്തെടുക്കുന്നതാണ് ആലു ചോക്ക എന്ന പലഹാരം. സാൽ മരത്തിന്റെ ഇല കൊണ്ട് കുറെ പ്ലേറ്റ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ കൂടുതലുള്ള സദ്യകളിലെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. മടുവ റൊട്ടി വെന്തുകൊണ്ടിരിക്കുകയാണ്.
പ്രകൃതിയോട് വളരെ ചേർന്നു നിൽക്കുന്ന ഭക്ഷണരീതികൾ പുലർത്തുന്നവരാണ് ഈ ആദിവാസികളെല്ലാം. സന്താൾ, മുണ്ട, ഉറാവോ തുടങ്ങിയ പ്രധാന ഗോത്രങ്ങളെല്ലാം ഏതാണ്ട് സമാനമായ ഭക്ഷണരീതിയുള്ളവരാണ്. കൃഷിയിടത്തിൽ പണിക്കു പോകുന്നവരുടെ പ്രഭാത ഭക്ഷണം മിക്കവാറും ഭാസി ബട്ട് എന്ന പഴഞ്ചോറായിരിക്കും. ദുസ്ക എന്ന വിഭവമാണ് മറ്റൊരു പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് ചോറും ഇലക്കറികളുമാണ് ഇവർ പ്രധാനമായും കഴിക്കുക. രാത്രിയിൽ മടുവ റൊട്ടിയാണ് പ്രധാനം. വിശേഷ ദിവസങ്ങളിൽ അതിനൊപ്പം ഇറച്ചിയോ മീനോ ഉണ്ടാവും. നമ്മുടെ മടുവ റൊട്ടി റെഡിയായി. അതൊരു ഇലപ്ലേറ്റിൽ വെച്ചു. സൂപ്പിൽ മുക്കിയാണ് അത് കഴിക്കുന്നത്. മുൻപേ കണ്ട മഡ്ജോർ സൂപ്പിൽ ഒരു കഷ്ണം റൊട്ടിയെടുത്ത് ആദ്യം സൂപ്പിൽ മുക്കും, പിന്നെ ചട്നിയിലൊന്നു തൊടും, എന്നിട്ടാണ് കഴിക്കുക. സിജു അച്ഛൻ ആചാരപരമായി തന്നെ അത് രുചിച്ചു. സൂപ്പർ എന്ന് സർട്ടിഫിക്കറ്റും നൽകി. സ്ത്രീകൾ വലിയ ആവേശത്തോടെയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. എന്റെ ഈ സന്ദർശനം ഇവരൊരു ആഘോഷം തന്നെയാക്കിയിരിക്കുന്നു. ഗ്രാമത്തിലെ മിക്ക വീടുകളിലെയും സ്ത്രീകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ലഘുവായി ഭക്ഷണം കഴിച്ചു. ഇനി ഇവിടെ നിന്നും മടങ്ങുകയാണ്. സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചു. എല്ലാവരും തിരികെ ധന്യവാദ് എന്ന് പറഞ്ഞു. വളരെ ഭവ്യതയും ബഹുമാനവുമെല്ലാമുള്ള സ്ത്രീകൾ. അവർക്ക് എന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. ഞാൻ എല്ലാ സ്ത്രീകളെയും കൂടെ നിരത്തി നിർത്തി ഒരു സെൽഫി എടുത്തു. മടങ്ങുമ്പോൾ ഇനി എന്നു വരും എന്നാണ് ഇവരുടെ ചോദ്യം. ഇനിയും വരാം എന്ന് പറഞ്ഞ് അവരോടെല്ലാം യാത്ര ചൊല്ലി. ഇവർ കുറച്ചുനേരം കൂടി ഇവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ചാവും മടങ്ങുക. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നേരം ഇരുട്ടി തുടങ്ങി. ഇനി ഗ്രാമത്തിലൂടെ കുറച്ചു നടക്കാനുണ്ട്. ഇവിടുത്തെ നാടൻ കള്ളുണ്ടല്ലോ, മൗവ. ഞാൻ അതേക്കുറിച്ച് ചോദിച്ചു. അതുണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് ആഞ്ചലൂസ് പറഞ്ഞു. അദ്ദേഹം എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹ്വ, മൗവ എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുടെ നാടൻ ചാരായം തന്നെയാണ്. ജാർഖണ്ഡ്, UP, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി ഉപയോഗിക്കുന്ന നാടൻ ലഹരി പാനീയമാണ് മഹ്വ. അത് എങ്ങനെയാണ് വാറ്റിയെടുക്കുന്നത് എന്ന് കാണണം. എല്ലാ വീട്ടിലും അത് വാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് മഹുവ പൂവ്. മഹുവ മരത്തിൽ നിന്നും പൊഴിയുന്ന പൂവാണ്. അത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കുന്നതാണ് പതിവ്. മഹുവ പൂക്കൾ വലിയ മൺപാത്രത്തിൽ 6 ദിവസം വരെ വെള്ളത്തിൽ കുതിർത്തുവെച്ച് പൊളിപ്പിച്ചെടുക്കും. വീര്യം കൂടാനായി അതിൽ ചില ചേരുവകളും ഇലകളുമൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ പുളിപ്പിച്ച മിശ്രിതം വാറ്റുന്നത് ഈ പാത്രത്തിലാണ്. ഏറ്റവും അടിയിലെ പാത്രത്തിൽ മിശ്രിതമിട്ട് തിളപ്പിക്കും. ഇതാണ് ഏറ്റവും വലിയ പാത്രം. ഈ കലത്തിൽ പകുതിയിലധികം മിശ്രിതം നിറച്ചാണ് തിളപ്പിക്കുക. തുടർന്ന് അതിനു മുകളിൽ രണ്ടാമത്തെ പാത്രം വെക്കും. അത് തുളകളുള്ള ഒരു പാത്രമാണ്. അതിനുള്ളിൽ ചെറിയ മറ്റൊരു പാത്രം കൂടി ഉണ്ടാവും. ഈ ചെറുപാത്രത്തിലാണ് മഹുവ ശേഖരിക്കുന്നത്. ഏറ്റവും മുകളിലെ പാത്രത്തിൽ തണുത്ത വെള്ളമായിരിക്കും. അടിയിലെ പാത്രത്തിൽ നിന്ന് നീരാവി തുളകളുള്ള രണ്ടാമത്തെ പാത്രത്തിലെത്തുമ്പോൾ മുകളിലെ പാത്രത്തിൽ തട്ടി തണുത്ത് തുള്ളികളായി രണ്ടാം പാത്രത്തിന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ചെറുപാത്രത്തിലേക്ക് വീഴും. നല്ല വീര്യമുള്ള മദ്യമായിരിക്കും അത്. 7 ദിവസം വേണം ഇതിന്റെ പ്രോസസ്സിംഗ് പൂർത്തിയാവാൻ. 3 കിലോ പൂവ് കൊണ്ട് 4 കുപ്പി മഹുവ ഉണ്ടാക്കണം. പൂവിന് കിലോയ്ക്ക് 60 രൂപയാണ് വില. പണ്ട് മൺകലങ്ങളിലായിരുന്നു വാറ്റൽ. രണ്ടാം പാത്രത്തിൽ ആവി കയറി വരുന്നതിനായി ഒരു പൊത്തുണ്ട്. അതിലൂടെ എത്തുന്ന ആവി തണുപ്പിച്ചാണ് മദ്യമാക്കുന്നത്. ഒരു കുപ്പി മഹുവയ്ക്ക് വില 50 രൂപ. അത് കോൺസെൻട്രേറ്റഡ് ആണ്. ഡൈലൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കുപ്പി മഹുവ കിട്ടും. ആദിവാസി വീടുകളിൽ മഹുവ നിർമ്മാണം നിയമവിരുദ്ധ പ്രവൃത്തിയൊന്നുമല്ല. ഓരോ കുടുംബത്തിനും ആവശ്യത്തിനുള്ളത് സ്വന്തമായി ഉണ്ടാക്കാം. എന്നാൽ മഹുവ ഉണ്ടാക്കി വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്.
ഗ്രാമീണരായ കുട്ടികൾ ട്രൈസൈക്കിളിൽ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ആട്, പട്ടി, പൂച്ച എല്ലാമുണ്ട്. ഒരു പാറപ്പുറത്താണ് ഈ ഗ്രാമം. വലിയ പരന്ന ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ കുറെ വീടുകളുണ്ട്. എനിക്ക് തിരികെ വണ്ടി കിടക്കുന്നിടത്തേക്ക് എത്തണമെങ്കിൽ സിജോ അച്ഛൻ തന്നെ ബുള്ളറ്റിൽ കൊണ്ടുപോകണം. ഗ്രാമത്തിന്റെ ഉൾപാതകളിലൂടെ സിജോ അച്ഛന്റെ പുറകിലിരുന്ന് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ വൈവിധ്യത്തെക്കുറിച്ചാണ്. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് പോലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ എന്ന് കണ്ട് അതിശയിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഒരു 10,000 ഗ്രാമം കാണുമായിരിക്കും എന്നൊക്കെയാണ് അന്ന് ചിന്തിച്ചത്. എന്നാൽ ഈ ജാർഖണ്ഡിന്റെ ഉൾനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഞാൻ എത്രയോ ഗ്രാമങ്ങൾ കണ്ടുകഴിഞ്ഞു. ഞങ്ങൾ ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിലേക്കെത്തി. മലയാളി കന്യാസ്ത്രീമാർ താമസിക്കുന്ന ഒരു കോൺവെന്റാണിത്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എന്ന ഒരു വിഭാഗത്തിന്റെ കോൺവെന്റാണ്. 1925-26 കാലത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണിത്. അതിന്റെ സ്ഥാപകയായ മദർ ഡോക്ടർ അന്ന ഡങ്കലിന്റെ പ്രതിമയാണിത്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൽപ്പെട്ട ധാരാളം മലയാളികൾ ജാർഖണ്ഡിലും ബീഹാറിലും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരിൽ പലരും ഇവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. മലയാളികൾ എന്നു മാത്രമല്ല, എന്റെ നാട്ടുകാർ പാലാക്കാർ കുറച്ചുപേരുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആദ്യം കണ്ടത് ഈ സിസ്റ്ററിനെയാണ്. സിസ്റ്റർ അന്ന ജോസഫ് പാലാക്കാരിയാണ്. 20 വർഷമായി ഇവിടെയുണ്ട്. ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. ഒരു കാലത്ത് പ്രദേശങ്ങളിലെ ഗ്രാമീണർക്ക് ആശ്വാസമായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലും ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ സേവന പ്രവർത്തനങ്ങളുമൊക്കെ. ഇവരെല്ലാം കോൺവെന്റിലെ അംഗങ്ങളാണ്. ലൂസി കളപ്പുര എന്ന വലിയൊരു ആക്ടിവിസ്റ്റുമുണ്ട് കോൺവെന്റിൽ. അവർ ഇന്നിവിടെയില്ല. കുറച്ചു സമയം അവരോടൊപ്പം ചെലവഴിച്ച ശേഷം അവിടെ നിന്നിറങ്ങി. ജിൻഡോയോടും സിജോ അച്ഛനോടുമെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നു. ഇന്നത്തെ എന്റെ യാത്ര അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്ന് റെഡിയായി. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. രാവിലെ 7 മണി കഴിയുമ്പോഴേക്കും വണ്ടി വരാൻ പറഞ്ഞിരുന്നു. പ്രമോദ് വണ്ടിയുമായി വന്നു. ഞാൻ ഇനി നാട്ടിലേക്ക് മടങ്ങുകയാണ്. 4 ദിവസം ഉണ്ടായിരുന്നു ജാർഖണ്ഡിൽ. ഇന്ന് 5ാമത്തെ ദിവസത്തിന്റെ രാവിലെയാണ്. ഇനി നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. റാഞ്ചി വലിയൊരു പട്ടണമൊന്നുമല്ലെങ്കിലും 4 ദിവസം കൊണ്ട് ജാർഖണ്ഡിന്റെ പല കാഴ്ചകളിലേക്ക് ഞാൻ പോയി. ഇന്നാട്ടിലെ ജീവിതം, സംസ്കാരം, പല പല ഗോത്രഗ്രാമങ്ങൾ, അവിടുത്തെ വീടുകൾ, ഭക്ഷണം, ഇങ്ങനെ എന്തെല്ലാം പരിചയപ്പെട്ടു. മുന്നിൽ കൈരളി സ്കൂൾ എന്ന ബോർഡ് വെച്ച ഒരു സ്കൂൾ ബസ് പോകുന്നു. ഇവിടുത്തെ മലയാളി അസോസിയേഷന്റേതാണ് കൈരളി സ്കൂൾ. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വമ്പൻ ഒരു സ്കൂൾ. 1970കളുടെ അവസാനം ആരംഭിച്ച സ്കൂളാണ് ഇന്ന് റാഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളായി വളർന്നത്. ആ സ്കൂൾ സന്ദർശിക്കാൻ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത് സാധ്യമായില്ല. അടുത്ത വരവിൽ ആ സ്കൂൾ സന്ദർശിക്കണം. ഇത്തവണ എല്ലാത്തിനും കൂടി നേരം കിട്ടിയില്ല. ഒടുവിൽ ബിർസ മുണ്ട എയർപോർട്ടിൽ എന്നെ ഇറക്കിവിട്ട് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പ്രമോദ് പിരിയുകയാണ്. പ്രമോദ് വണ്ടിയുമായി പോയി. ഇതാണ് ബിർസ മുണ്ട എയർപോർട്ട്. ഇതൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. സെൽഫ് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്തു. സെക്യൂരിറ്റി പരിശോധനയെല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുമ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. നേരം 8:30 ആയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്. മസാല ദോശ വേണമെങ്കിൽ അത് കിട്ടും. പ്ലെയിൻ ദോശ വേണമെങ്കിൽ അതും, അല്ലെങ്കിൽ നെയ്റോസ്റ്റ്. ഇതിൽ ഒരെണ്ണം കഴിച്ചാലോ എന്ന് തോന്നി. സാധാരണഗതിയിൽ നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മധ്യ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന മസാല ദോശയ്ക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മസാല ദോശയുടെ രുചിയൊന്നും വരാറില്ല. മസാലയ്ക്കാണ് രുചി ഒട്ടും ഉണ്ടാവാത്തത്. അതുകൊണ്ട് ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്ലെയിൻ ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റേ പറയാറുള്ളൂ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല ദോശയിലെ ആ മസാല കിട്ടാത്തതുകൊണ്ടാണത്. നെയ്യൊക്കെ യഥേഷ്ടം ചേർത്തു. ആവശ്യത്തിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. നെയ് റോസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം. നന്നായി മുരിഞ്ഞോട്ടെ എന്നും പറഞ്ഞു. പാചകക്കാരൻ ആത്മാർത്ഥതയോടെ ഉണ്ടാക്കുന്നുണ്ട്. കല്ലിലിരുന്ന് അതങ്ങ് മുരിഞ്ഞു. അത് കഴിഞ്ഞ് കൃത്യതയോടെ മടക്കിയെടുത്തു. ഇതിനിടെ നല്ലൊരു ചായയും കിട്ടി. മൺകപ്പിൽ ഗംഭീരമായ ചായ.
നെയ്റോസ്റ്റും സൂപ്പർ. അത് കഴിച്ചു. ചായയും കുടിച്ചപ്പോഴേക്കും വിമാനം പുറപ്പെടേണ്ട സമയമായി. ഇൻഡിഗോ എയർലൈൻസ് വിമാനമാണ്. വിമാനം നേരെ ഹൈദരാബാദിലേക്കാണ് പോവുക. ഹൈദരാബാദിൽ ഇറങ്ങിക്കഴിഞ്ഞ് 3-4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. വൈകുന്നേരത്തോടെയാണ് ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും കൊച്ചിയിലെത്തും. അതായത് ഇന്ന് പകൽ മുഴുവൻ യാത്ര എന്നർത്ഥം. വിമാനം പറന്നുയർന്നു. താഴെ റാഞ്ചി പട്ടണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തിരക്കു കുറഞ്ഞ, ഇപ്പോഴും ഗ്രാമീണ രീതിയിൽ കാണുന്ന തലസ്ഥാന നഗരം റാഞ്ചി ആയിരിക്കാം. കാരണം റാഞ്ചി വളർന്നു വരുന്നതേയുള്ളൂ. ജനസാന്ദ്രത കുറവുമാണ്. റാഞ്ചിയിലേക്ക് ഇനി വരേണ്ടതില്ലെങ്കിലും ജാർഖണ്ഡിന്റെ മറ്റു കാഴ്ചകളിലേക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക്, ഉത്തരേന്ത്യയുടെ മറ്റു ജീവിത കാഴ്ചകളിലേക്കെല്ലാം എനിക്ക് ഇനിയും യാത്ര ചെയ്യണം. ലോകത്തിന്റെ കാഴ്ചകൾ ഏതാണ്ടൊക്കെ കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇന്ത്യയിലേക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് തീരുമാനം. ഇന്ത്യ എത്ര കണ്ടാലും നമ്മെ കൊതിപ്പിക്കുന്ന ഒരു നാട് തന്നെയാണ്. റാഞ്ചി നഗരം അകന്നു പോവുകയാണ്. എനിക്കെത്രയോ കാഴ്ചകൾ സമ്മാനിച്ച ജാർഖണ്ഡിന്റെ ഭൂമികയും.